യുടെ മക്കളെ ആരെങ്കിലും ഒന്ന് വഴക്ക് പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ ഒരു മിഠായിയെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അവരുടെ സന്തോഷം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മലയാളികളാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരുപാട് പട്ടിക്കൂട്ടങ്ങൾ, പട്ടി എന്ന് പറയുന്ന നായ, ഈ നായയുടെ ആ ഒരു കൂടെ ഒരു പെൺകുട്ടി സഞ്ചരിക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. ആ വീഡിയോസ് ആ കുട്ടി ഇപ്പൊ ഈ പറയുന്നത് പോലെ കുപ്പത്തോട്ടിൽ വളർന്ന ആ ഒരു ഇതാണ്. എന്താണ് കുപ്പത്തോട്ടി? കുപ്പത്തോട്ടി എന്ന് പറയുന്നത് ആ ഒരു അഴുക്കുചാലാണ്. ഈ അഴുക്കുചാലിലാണോ മനുഷ്യൻ ഈ പറയുന്ന ഹിരൺദാസി എന്ന് പറയുന്ന ഈ വേടനൊക്കെ ജനിച്ചത്? ആ ഒരു വേസ്റ്റ് വെള്ളം ഒഴുകിപ്പോകുന്ന ആ ഒരു വെള്ളത്തിലാണോ, ആ വെള്ളം ഉപയോഗിച്ചാണോ ഈ കുട്ടിയൊക്കെ വളർന്നു വന്നത്? അപ്പോ കേരളത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു വിപ്ലവ പടനായകനായിട്ട് ലോക ജനങ്ങളിൽ പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഹിരൺദാസി എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ, ഇത് വെറുമൊരു പയ്യനാണ്, അല്ലാതെ ഇത് വലിയൊരു സംഭവമോ ഒരു പ്രസ്ഥാനമോ ഒന്നുമല്ല. അപ്പോ ഇങ്ങനെയുള്ള ആ ഒരു ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് എനിക്കേറ്റതായിട്ടുള്ള ആ ഒരു പ്രഹരം അത് ലോക മലയാളികളുടെ മുന്നിൽ എനിക്ക് കാണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊക്കെ പാട്ടിലൂടെ ഇങ്ങനെ പാടി പറയുമ്പോ എല്ലാവരും അത് വിശ്വസിച്ചു കൊള്ളണം എന്നുണ്ടോ? ഇല്ല. നമ്മൾ കലാഭവൻ മണിയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കലാഭവൻ മണിയുടെ ആ ഒരു ചെറുപ്പകാലം എന്തായിരുന്നു? അപ്പൊ ആ വിഷയം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരുപാട് അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒട്ടനവധി ആളുകളെയും നമുക്കറിയാം. അപ്പൊ കറുപ്പിനോടുള്ള സമൂഹത്തിന്റെ വെറുപ്പും ജാതി അധിക്ഷേപവും ഏറ്റുവാങ്ങിയായിരുന്നു വേടൻ വളർന്നത്. എന്റെ പൊന്ന് ചെങ്ങാതി ഹിരൺദാസേ, നിന്നെ വേടൻ എന്നൊന്നും വിളിക്കാൻ നമുക്ക് യാതൊരുവിധ ആ ഒരു താല്പര്യവുമില്ല. ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത സിസ്റ്ററുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കറുത്തിട്ടാണ്. ആ മക്കളെ, മൂത്ത രണ്ട് മക്കളെ ഞാൻ എൻ്റെ ആ ഒരു തോളിലും അതുപോലെ തന്നെ കഴുത്തിലൂടെ കാലുമൊക്കെ ഇട്ട് കൊണ്ടു നടന്ന മക്കളാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ, ഭയങ്കര കറുപ്പുള്ള ആളുകൾ. അമ്മ ഈ മക്കളെയൊക്കെ ഇപ്പറയുന്നത് പോലെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുടെ അരികിൽ ചെന്നാൽ അവരെ ആട്ടി ഓടിക്കണ്ടേ? ഞങ്ങളുടെ പ്രദേശത്തുമുണ്ട് ഒരുപാട് നായന്മാരും അതുപോലെ തന്നെ നമ്പൂരിമാരും ആളുകളൊക്കെ ഉണ്ട്. അവരാരും ഞങ്ങളോടാരോടും ഇത്തരം രീതിയിലുള്ള ജാതി അധിക്ഷേപമോ അതല്ലെങ്കിൽ ആട്ടിപ്പായ്ക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ പറയുന്ന ഈ പയ്യന്റെ ഈ വരികൾ പച്ചക്കള്ളമാണ് എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോ വേടൻ വളർന്നത് എന്നൊക്കെ പറയുന്നു, ഇതിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടടക്കുകയാണ്. ആർക്കോ എന്തൊക്കെയോ ഒരു ഉപയോഗമുണ്ട് ഈ പയ്യനെ കൊണ്ട്. അവനെ ചുറ്റുമുള്ളവർ കളിയാക്കി വിളിച്ച പേരായിരുന്നു വേടൻ. വളർന്നപ്പോൾ ആ വേടൻ എന്ന ആ പേര് തന്നെ കിരൺദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ മറ്റുള്ളവർക്കായി കളിയാക്കി വിളിച്ച വേടൻ എന്ന വട്ടപ്പേര്. വേടൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മുരളിദാസിന് മാത്രം, ഈ ഒരു ഹിരൺദാസിന് മാത്രമല്ല, വേടന്മാർ എന്ന് പറയുന്നത് വേടന്മാരെ നമുക്കറിയാം. കാട്ടുവാസികളായിട്ടുള്ള ഒരു വിഭാഗം ആളുകളെ നമ്മൾ വേടന്മാർ എന്ന് വിളിക്കുന്നുണ്ട്. പണ്ട് ഒരു സിനിമ തന്നെ ഉണ്ടായിരുന്നു വേടൻ എന്നുള്ളത്. ആ സിനിമ കണ്ടാൽ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കിയാൽ തന്നെ വേടന്മാർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കിരൺദാസ് മുരളി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ആരൊക്കെയോ വേടൻ എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കിയത്രേ. അപ്പോൾ വട്ടപ്പേര് എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ അത് സ്വയം അങ്ങോട്ട് എടുത്ത് ആ വേടൻ എന്നുള്ള പേര് അതിനെ പൊക്കിപ്പിടിച്ച് കൊണ്ടു നടക്കുന്നത്. എൻ്റെ പൊന്നാര സുഹൃത്തെ, തനിക്ക് ഐ ഡി കാർഡിലും അതുപോലെ തന്നെ ഇനി SSLC ബുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇനി പാസ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ
തനിക്ക് തൻ്റെതായിട്ടുള്ള ഒരു പേരുണ്ട്, കിരൺദാസ് മുരളി എന്ന് പറയുന്ന പേര്. ആ പേരിനെ നശിപ്പിച്ച് താൻ മറ്റൊരു പേരിനെ കൂട്ടിപ്പിടിക്കുകയാണെങ്കിൽ തൻ്റെ പേരിന് എന്ത് പ്രസക്തിയാണുള്ളത്? തൻ്റെ പേരിനെ താൻ തന്നെയാണ് ഇല്ലായ്മ ചെയ്തത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ യേശുദാസ്, അതുപോലെ തന്നെ നമ്മുടെ MG ശ്രീകുമാർ, കലാഭവൻ മണി, ഇങ്ങനെ ഒട്ടനവധി ഗായകന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി ഗായകന്മാരുണ്ട്. ഇവരാരെങ്കിലും അവരുടെ സ്വന്തം പേര് മാറ്റി അവർ ഒന്ന് രണ്ട് പാട്ടൊക്കെ പാടിയപ്പോൾ ആ പാട്ടിലുള്ള ഏതോ ഒരു വാക്കെടുത്ത് അതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞ് ആരും കൂട്ടി യോജിപ്പിച്ചിട്ടില്ല. കലാഭവൻ മണി എന്ന് പറയുന്ന നടനൊക്കെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ മനുഷ്യനാണ്. കലാഭവൻ മണിക്ക് മുമ്പ് VD രാജപ്പൻ എന്ന് പറയുന്ന ഒരു കോമഡി പാട്ടൊക്കെ ഉണ്ടാക്കി പാടിയിരുന്ന ഒരു ഗായകനുണ്ടായിരുന്നു. അതുപോലെ ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു. ഒരു തെരുവോരങ്ങളിൽ നടന്ന് പാട്ടുപാടുന്ന ഒരു ഗായകനുണ്ടായിരുന്നു, ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. മലപ്പുറത്തുകാരനാണെന്ന് എനിക്ക് തോന്നി, അതല്ലെങ്കിൽ കോഴിക്കോട്ടുകാരനായിരിക്കണം. ഈ വ്യക്തി വൈകുന്നേര സമയങ്ങളിൽ അക്കാലഘട്ടങ്ങളിൽ ഈ സ്പീക്കർ അതുപോലെ മൈക്കൊക്കെ വാടകയ്ക്ക് കിട്ടിയിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഓരോ മൈക്ക് മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിൽ കയറി ചെറിയ ബോക്സും ബാറ്ററിയും ഒക്കെ വെച്ച് ആ ഒരു വൈകുന്നേര സമയം മുതൽ ആ ഒരു 10-11 മണി വരെയൊക്കെ പോലീസിന്റെ ആ ഒരു അനുമതിയോട് കൂടി തെരുവോരങ്ങളിൽ പാട്ടുപാടിയിരുന്ന ഒട്ടനവധി ഗായകന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മറ്റേ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വേറൊരു ഗായകന്റെ പാട്ടാണോ അതല്ലെങ്കിൽ ആ വ്യക്തി ഉണ്ടാക്കി പാടിയതാണോ എന്ന് എനിക്കറിയില്ല. ഈ ഹാർമോണിയം വായിക്കുമ്പോൾ ഹാർമോണിയത്തിന്റെ ശബ്ദം മാത്രമേ പുറത്ത് കേൾക്കുള്ളൂ. ഇത് അവരുടെ ഒരു ട്രിക്കാണെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. കാരണം ഹാർമോണിയത്തിന്റെ ആ ഒരു വായന എന്ന് പറഞ്ഞാൽ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മത്ത് പിടിക്കുന്നത് പോലെയാണ്. ഗസൽ പാട്ട് ഏറ്റവും കൂടുതൽ തബലയും ഹാർമോണിയവും ഉപയോഗിച്ചാണ്. കാരണം ഹാർമോണിയത്തിന്റെ ആ മ്യൂസിക്, വയലിങ്, അങ്ങനെയുള്ള ആ ഒരു ട്യൂണ് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന് അർത്ഥമറിഞ്ഞില്ലെങ്കിലും ആ ഹിന്ദി ഗസൽ കേൾക്കാൻ വളരെ താല്പര്യം ഇഷ്ടപ്പെട്ടിരുന്ന ആ മലയാളികളുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഈ പറയുന്ന ആ ഒരു മുഹമ്മദി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, രണ്ടത്താണി എന്ന് പറയുന്ന ഗായകന്റെ പാട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അതിൽ പറയുന്ന വരികൾ എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്. കരയേണ്ട കരയേണ്ട കത് നന്നാക്കണം. ഈ മ്യൂസിക് പോകുന്നതിനനുസരിച്ചാണ് ഈ പാട്ട്. അന്ന് അത്തരം രീതിയിലുള്ള പാട്ടുകളായിരുന്നു അക്കാലഘട്ടത്തുണ്ടായിരുന്ന ജനങ്ങളുടെ ആ ഒരു ഹൃദയം കീഴടക്കിയിരുന്നത്. ഇന്നൊക്കെ ആണെങ്കിൽ വലിയ സംഭവമാക്കി മാറ്റിയായിരുന്നു. അപ്പൊ അതിൽ പറയുന്നുണ്ട്, കൽബ് നന്നാക്കണം, കാണാതായ വാഹനത്തിൻ കടിഞ്ഞാണില്ലെന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ആ ഒരു വരികൾ അത് വലിയൊരു സ്റ്റോറിയാക്കി മാറ്റുന്ന ഗായകന്മാർ നമ്മുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പൊ കലാഭവൻ മണിയും അതുപോലെ തന്നെ പല രൂപത്തിലാണ് ആ വരികൾ യോജിപ്പിച്ച് മലയാളക്കരയെയും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളെയും ഒക്കെ ആ ഒരു അവരുടെ മനസ്സിലേക്ക് കീഴടക്കിയത്. ഒട്ടനവധി അറബികൾ മണിയുടെയൊക്കെ പ്രോഗ്രാം നടക്കുന്ന സമയം ആ മുൻനിര കസേരയിൽ ഇരിക്കുന്ന അറബികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന അറബികൾക്ക് മണി പറയുന്ന ഈ ഒരു വാക്കുകൾ മനസ്സിലായിട്ടാണോ? അല്ല, ആ പാട്ട്, അതിന്റെ മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെയാണ് മനുഷ്യനെ ഹൃദയം പിടിച്ചു പറ്റുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പോ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ പൊടിമക്കൾ, ഈ കിരൺദാസ് മുരളി എന്ന് പറയുന്ന ഈ വേടൻ എന്ന് സ്വയം വിളിപ്പേരുണ്ടാക്കിയ കിരൺദാസിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്ന ഈ കുട്ടികളുടെ ആ ഒരു ത്രില്ല് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ DJ മ്യൂസിക് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പഞ്ചവടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത്, പഞ്ചവടി ചാവക്കാട് പൊന്നാന്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് പഞ്ചവടി ആ ഉത്സവത്തിന്റെ ഹൈവേയിൽ, ഇപ്പോഴത്തെ ഹൈവേയിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നടന്നത്.
അവിടെ ഈ പറയുന്ന ഈ വ്യക്തിയാണോ വന്നത് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലാണോ വന്നതെന്ന് എനിക്കറിയില്ല.